GCയിൽ ക്ലാസ് എടുക്കുന്ന ഫാക്കൾട്ടീസ് അല്ലേ, ടീച്ചേഴ്സായിട്ട് വരുന്ന നമ്മൾ എല്ലാ മേഖലകളിലും നമുക്ക് ഡിഫറൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ബിസിനസ്സിൻ്റെ ഏരിയാസ് എടുക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള ആൾക്കാരാണ് അത്തരം ക്ലാസ്സുകൾ എടുക്കുന്നത്. അതും അവർ വെറുതെ ക്ലാസ് എടുക്കുക എന്നുള്ളതിനുപരിയായിട്ട് നമ്മളൊരു ജോബിന് കയറുന്ന സമയത്ത് എന്താണ് നമ്മൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ ജോബിന് പോകുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, നമ്മളെ ജോബ് റോൾ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസും അതുപോലെ ഇൻഡസ്ട്രി നോളജും കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത്. ഓരോ സ്റ്റുഡൻസിനെയും പാസ് ഔട്ട് ചെയ്തിട്ട് വിടുന്നത്. ഈ നോളജ് കൊടുക്കുക എന്ന് പറയുമ്പം അത് നമ്മൾ വെറുതെ ക്ലാസ് എടുത്തു പോവുക, ആ ഒരു രീതിയല്ല ശരിക്കും നമ്മൾ GDC പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ഓരോ കുട്ടിയിലും എത്രത്തോളം അത് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻസും ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അതിപ്പോൾ റോൾ പ്ലേ ആയിരിക്കാം, അതേപോലെ ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതുപോലെയുള്ള ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, അതായത് സബ്ജക്റ്റുകളാണ് നമ്മൾ ശരിക്കും കൊടുക്കുന്നത്. അതിപ്പോൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആ കുട്ടിക്ക് സ്കില്ല് വേണം, അത് എത്രത്തോളം അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും നമ്മൾ ആ ഒരു ലൈവ് എക്സാമ്പിൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്.